ഇന്ന് വൈകുന്നേരം പഠിക്കാം, നാളെ രാവിലെ തൊട്ട് പഠിക്കാം എന്നിങ്ങനെ പഠനം മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റെഗുലറായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് പഠിക്കാമെന്ന് നോക്കാം. ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാമെന്ന് മനസ്സിനോട് പറയുന്നതല്ലാതെ പഠിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറിയിട്ട് നേരായ രീതിയിൽ പഠിച്ചു തുടങ്ങാൻ കഴിയും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ നാളെ പഠിക്കാം, വൈകുന്നേരം പഠിക്കാം എന്നിങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുന്ന കള്ളങ്ങളാണ്. അതായത് മനസ്സിലിപ്പോൾ മടിയുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ എന്നൊരു ചിന്ത വരുന്നത്. അതേസമയം ഈ നിമിഷത്തിൽ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ മനസ്സിൽ മടിയില്ല. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. എന്ത് ചെയ്യാൻ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ആ കാര്യത്തെ മാറ്റി വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന്. ഈ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മുമ്പിൽ ഒരുപാട് സമയമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളതാണ് നിങ്ങളുടെ സമയം. നാളെ മറ്റന്നാളോ വൈകുന്നേരം ഒന്നും അല്ല സമയം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ആ മണിക്കൂറുകളാണ് നിങ്ങളുടെ സമയം. അത് പരമാവധി ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഫ്രീ ആണോ, ആ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. പഠനവും ജോലിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു എമർജൻസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അത്യാവശ്യമായിട്ട് നേടിയേ പറ്റത്തുള്ളൂ. നമുക്ക് ജീവിക്കണമെങ്കിൽ അതെല്ലാം വേണം. ഇപ്പോൾ നമ്മളൊരു റോഡിലൂടെ നടന്നു പോകുന്നു, നമ്മളൊരു വണ്ടി ഇടിക്കാൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ മാറിക്കൊടുക്കുമല്ലോ. കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കും. അതേസമയം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിൽക്കില്ലല്ലോ. കാരണം അത് നമ്മുടെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ജോലിയെയും നമ്മളുടെ പഠനത്തെയൊക്കെ നമ്മൾ കാണും. നമുക്ക് ജീവിതത്തിൽ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ പഠിക്കാം എന്നും വിചാരിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്പോഴും സ്റ്റക്കായിരിക്കും. അതായത് അയാൾക്ക് അപ്പോൾ വേറെ അടുത്ത പ്ലാനുണ്ട്. ഒന്നുകിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല ചിന്തകളിലേക്ക് നമ്മൾ പോകും. പലപ്പോഴും ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ പ്രശ്നമുള്ളവർക്ക് പഠിക്കണമെങ്കിൽ മോട്ടിവേഷൻ വേണ്ടി വരും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞു തരുന്നൊരു മോട്ടിവേഷനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. എപ്പോഴും മോട്ടിവേഷൻ വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്നൊരു 5 മിനിറ്റ് ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചു, അത് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാൻ ശ്രമിച്ചു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ ഇത്രയും സമയമെങ്കിലും കാര്യമായിട്ടൊന്ന് പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകും. അതേസമയം ഒരാൾ പറയുന്ന ഒരു മോട്ടിവേഷൻ വാക്ക് കേട്ടിട്ട് നമുക്ക് അധിക നേരമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫായിട്ട് മോട്ടിവേറ്റ് ആവുക. പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കരുത്. അതായത് ഇന്നൊരു ചാപ്റ്റർ ഫുള്ള് ഞാനങ്ങ് പഠിക്കും എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് മടി തുടങ്ങും. അതേസമയം ആ ഒരു ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫെങ്കിലും പഠിച്ചിട്ടേ ഞാനിന്ന് ഉറങ്ങുള്ളൂ, ആ ഒരു പാരഗ്രാഫ് ഞാൻ ഈ ഒരു നിമിഷം കൊണ്ട് ഞാൻ പഠിക്കും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് മാത്രമേ കുറച്ചെങ്കിലും പഠിക്കാൻ കഴിയുള്ളൂ. ഒരു ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടല്ലോ, ഒത്തിരി ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതേസമയം ഞാൻ കുറച്ചെങ്കിലും ഇന്ന് പഠിക്കും, ഞാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ പാരഗ്രാഫ് അല്ലേ ഉള്ളൂ, അതെങ്കിലും അങ്ങ് വായിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാനും പാടില്ല. എല്ലാ ദിവസവും ഞാനൊരു 5 മണിക്കൂർ പഠിക്കും, അങ്ങനെ ഒരിക്കലും നടക്കില്ല. ചില ദിവസങ്ങളിൽ മോശമായിരിക്കും. അതായത് ചില ദിവസം നിങ്ങൾ 2 മണിക്കൂർ പഠിക്കും, ചില ദിവസം 1 മണിക്കൂറേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉഴപ്പിന്ന് ജീവിതത്തിൽ കരുതരുത്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ 1 മണിക്കൂറേ പഠിച്ചോളൂ, അതുകൊണ്ട് നാളെ ഞാൻ 5 മണിക്കൂർ മസ്റ്റായിട്ട് പഠിക്കും എന്ന് വിചാരിക്കുക മാത്രമല്ല, നെക്സ്റ്റ് ഡേ 5 മണിക്കൂർ പഠിക്കുകയും വേണം. പിന്നെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം എന്ന് എഴുതിയിട്ട് ഒരിക്കലും പിറകിലേക്ക് പോകരുത്. അതുകൊണ്ട് എല്ലാ ദിവസവും പെർഫെക്റ്റായിട്ട് കാണാതെ കിട്ടുന്ന ദിവസങ്ങളെ മാക്സിമം സമയം പ്രയോജനപ്പെടുത്തുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല, രണ്ടാമത്തെ ദിവസം വീണ്ടും ഉഴപ്പിപ്പോയി ആ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് എത്തിയെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് തിരിച്ചു കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു ദിവസം എന്തെങ്കിലും അത്യാവശ്യ കാര്യം കൊണ്ട് മാറ്റിവെച്ചു, അത് ഓക്കെയാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം വീണ്ടും മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളവിടെ തോറ്റു തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പഠനം കൈവിട്ടു പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം മോശമാണെങ്കിൽ പോലും ആ ദിവസത്തിൽ പരമാവധി ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാനെങ്കിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളവിടെ സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. PSC പോലെയുള്ള മത്സര പരീക്ഷകളുടെ ആ വാക്കിൽ തന്നെയുണ്ട്, മത്സരമാണ്. നിങ്ങളൊരു സമയത്ത് പഠിക്കാതിരിക്കുമ്പോൾ ആയിരക്കണക്കിന് പേര് ആ സമയത്ത് പഠിക്കുന്നുണ്ടാവും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എത്രത്തോളം പഠിക്കുന്നോ, എത്രത്തോളം സ്മാർട്ടായിട്ട് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് കയറുകയാണ്. നിങ്ങൾ എത്രത്തോളം മാറ്റി വയ്ക്കുന്നോ അത്രയും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ താഴേക്ക് പോവുകയാണ്. ആ ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് പേര് ഉറങ്ങാതിരുന്ന് പഠിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടെൻഷൻ വരികയും നമ്മൾ മാക്സിമം പഠിക്കുകയും ചെയ്യും.